വയോധികയും അസുഖബാധിതയുമായ തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസം. ജനൻ ടിവി വാർത്തയ്ക്ക് പിന്നാലെ ജപ്തി നടപടികൾക്ക് സാവകാശം നൽകി പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. എഴുത്തും വായനയും അറിയാത്ത തങ്കമണിയെയും ദിവ്യാംഗനായ മകനെയും കബളിപ്പിച്ച് ബന്ധു സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയായിരുന്നു. ജപ്തി നോട്ടീസ് വന്നതോടെയാണ് ലോൺ എടുത്ത വിവരം കുടുംബം അറിയുന്നത്. വയോധികയും അസുഖബാധിതയുമായ തങ്കമണിയെയും ഭിന്നശേഷിക്കാരനായ മകനെയും കബളിപ്പിച്ച് തങ്കമണിയുടെ സഹോദരൻ വിനു പെരുവയൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തു എന്നായിരുന്നു വയോധികയുടെയും കുടുംബത്തിന്റെയും പരാതി. ലോൺ അടയ്ക്കാതെ വന്നതോടുകൂടി കുടിശ്ശിക 25 ലക്ഷം കടന്നു. അതോടെ വീട് ജപ്തി ചെയ്യാനുള്ള നടപടികളിലേക്ക് ബാങ്ക് അധികൃതർ കടന്നിരുന്നു. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ജനൻ ടിവി വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ജപ്തി നടപടിയിലേക്ക് കടക്കാതെ ബാങ്ക് കുടുംബത്തിന് സാവകാശം നൽകിയത്. വീടും സ്ഥലവും ലേലത്തിൽ വെക്കുമെന്ന് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയിലേക്ക് കടന്നിരുന്നില്ല. 24-ാം തീയതി അതിന് ലേലം പറഞ്ഞത്. അതിൽ ജനൻ ടി വിയിൽ ആൾക്കാർ വന്ന് ഈ ചാനലിലൊക്കെ ജനൻ ടി വിയിലെ ചാനലിൽ കൊടുത്തതിനോടായിരിക്കും ഞങ്ങളെ ലേലം മാറ്റിവെച്ചത്. മറ്റൊരാൾ കുടുംബത്തെ കബളിപ്പിച്ചെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്നാണ് തങ്കമണിയും കുടുംബവും പറയുന്നത്. മാവൂർ പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പരാതിയിൽ കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ജനം, കോഴിക്കോട്.